കപ്പൽ നിർമ്മാണത്തിൽ കള്ളം പറഞ്ഞതാര്? ടാറ്റയോ മുഖ്യമന്ത്രിയോ? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മിഷൻ സമുദ്രയുടെ ഭാഗമായുള്ള കേരളത്തിലെ നിക്ഷേപം തങ്ങൾ അറിഞ്ഞില്ല എന്ന ടാറ്റയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സർക്കാരിന് വിശദീകരണക്കുറിപ്പ് തന്നെ ഇറക്കേണ്ടി വന്നു. ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നല്ല ഉദ്ദേശിച്ചത്. മിഷൻ സമുദ്രയുടെ ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഇന്ന് മലക്കം മറിഞ്ഞു. സംസ്ഥാനത്ത് നിർമ്മാണ സംരംഭത്തിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് പദ്ധതിയിടുന്നതായും ഇതുമായി ബന്ധപ്പെട്ട അനുമതിക്കായി ടാറ്റ ഗ്രൂപ്പ് അപേക്ഷ നൽകിയതായും ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ഇങ്ങനെയൊരു പദ്ധതി ആലോചനയിലില്ലെന്ന് ടാറ്റ ഗ്രൂപ്പ് വക്താവ് വ്യക്തമാക്കിയതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയിരിക്കുന്നത്. Inviting the investment to Kerala also. Yeah. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment for shipbuilding. Many other companies are coming. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ചതെന്നും അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ലെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പദ്ധതികളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള പ്രമുഖ നിക്ഷേപകരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകളിലൂടെ മികച്ച നിക്ഷേപം സമീപഭാവിയിൽ സംസ്ഥാനത്തേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടെന്നും കേരളത്തെ രാജ്യത്തെ പ്രമുഖ സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഉയർത്തുകയും അതിലൂടെ തൊഴിലവസരങ്ങളും വ്യവസായ വളർച്ചയും സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന മിഷൻ സമുദ്ര യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.